അങ്ങനെ നമ്മുടെ രാത്രിയിലെ പരിപാടി മൈലാഞ്ചി അതിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഇവരെന്തായി കൈയൊക്കെ കൊടുത്ത് സംസാരിക്കുന്നതെന്നല്ല, വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മുടെ മഴ നമ്മളെ ചതിച്ച് ഗൈസ്. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴയുണ്ട് ഉച്ചകഴിഞ്ഞ്. അപ്പം നമ്മുടെ സ്റ്റേജ് നമ്മൾ വെളിയിലാണ് സെറ്റ് ചെയ്തിരുന്നത്. അപ്പം മഴ കാരണം നമ്മൾ കാർ പോർച്ചിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുവാണ്. പിന്നെ നമ്മുടെ ബ്രൈഡ് വന്നിട്ടുണ്ട്. ബ്രൈഡ് വന്നപ്പോഴത്തേക്കും അവളുടെ ഡ്രസ്സും കോസ്റ്റ്യൂമും എല്ലാം നമ്മളെല്ലാവരും നോക്കുവാണ്. പിന്നെ ഇവൾ ഒരുങ്ങിയത് മണിമല പെറ്റൽസിലാണ്. അപ്പോൾ അവളുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ എടുത്ത് അവിടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുവാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നായിരുന്നു പറയാം, ഇതുവരെ പെയ്യാനാത്ത മഴ തലേന്ന് തന്നെ പെയ്തിരിക്കുന്നത്. പിന്നെ സക്കീർ നമ്മളെ കണ്ട് ഹായൊക്കെ പറഞ്ഞ് അകത്തോട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉസ്താദ് വന്ന് യാസീനൊക്കെ ഓതാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം യാസീൻ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രൈഡിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനുള്ള ഇതിലാണ് നമ്മൾ ഇരുന്നത്. അപ്പം ഉസ്താദ് യാസീൻ അതൊക്കെ ഓതി കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രിയിലേക്കാണ് പിള്ളേർ സെറ്റെല്ലാം കൂടെ ബ്രൈഡിനെ സ്റ്റേജിൽ കയറ്റി. പിന്നെ ബാക്കി അവർ മൈലാഞ്ചി ഇടലും പിന്നെ കൊടുക്കലും അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അച്ഛനമ്മയൊക്കെ കയറിയതാണ് മൈലാഞ്ചി ഇടാനായിട്ട്. പിന്നെ നമ്മുടെ ബ്രൈഡിൻ്റെ ഗ്രൂം എൻട്രിയിലേക്കാണ് നമ്മളടുത്ത് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് കടന്നിരിക്കുന്നത്. അങ്ങനെ ഫൈസൽ സൈദയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ ഫൈസലിൻ്റെ വീട് പെരിന്തൽമണ്ണയിലാണ്. അങ്ങനെ നമ്മൾ ഫൈസലിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ആണുങ്ങൾ തന്നെ നിന്നെടുത്തു, പിന്നെ പെണ്ണുങ്ങൾ തന്നെ ഇരുന്ന് ഫോട്ടോ എടുപ്പ്. അങ്ങനെ ഫോട്ടോ വീഡിയോ പിന്നെ ഫുഡടി അങ്ങനെയെല്ലാം ആയിട്ട് മൈലാഞ്ചി ഫംഗ്ഷൻ ഇങ്ങനെ പോയി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് ഗൈസ്. അങ്ങനെ അവർക്ക് നമ്മളോട് മിണ്ടാൻ ആദ്യമൊക്കെ ഒരു ചമ്മലുണ്ടായിരുന്നു. പിന്നെ എല്ലാം സെറ്റായി. പിന്നെ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അവർ നമ്മുടെ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ് ഗൈസ്.